ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഞാനൊരു യാത്രയ്ക്ക് ഒരുങ്ങുന്നത്. തിരക്കുകൾ കാരണം മാറ്റിവെച്ച കുറേയേറെ യാത്രകൾ ഇനി പുനരാരംഭിക്കാമെന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഏപ്രിൽ മാസത്തിലെ കനത്ത ചൂടിൽ എവിടേക്കാണ് യാത്ര എന്നല്ലേ? ഇന്ത്യയിലെ ഒട്ടുമിക്ക വൈൻ പ്രേമികളുടെയും ഇഷ്ട ബ്രാൻഡും നമ്മുടെ ഇന്ത്യയുടെ അഭിമാനവുമായ സുലയുടെ മൈസൂരുവിലുള്ള വൈൻ യാർഡ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്നും വെറും 89 കിലോമീറ്റർ അകലെയായിട്ടാണ് സുല വൈനറി ഉള്ളത്. ഇത്തിരി മധുരവും ചവർപ്പും മരം തഴയ്ക്കുന്ന മണവും നിറവുമൊക്കെയുള്ള അടിപൊളി വൈനുകൾ മനസ്സിൽ കടന്നു വന്നില്ലേ? ഓഫ് സീസണിൽ വൈനറി കാണാൻ പോകുന്നത് മണ്ടത്തരമാണെന്ന് തോന്നിയെങ്കിലും മുന്നോട്ട് വെച്ച യാത്ര പിന്നോട്ടെടുക്കുന്നത് എങ്ങനെയാണ്? നിശ്ചിത ഇടവേളയിലുള്ള വൈൻ ടൂറും വൈൻ ടേസ്റ്റിംഗുമാണ് ഇവിടുത്തെ പ്രധാന പരിപാടികൾ. ആവശ്യക്കാർക്ക് വൈൻ വാങ്ങുന്നതിനുമുള്ള സൗകര്യവുമുണ്ട്. ഓൺലൈനായിട്ടാണ് ഞങ്ങൾ എൻട്രി ഫീസും വൈൻ ടൂറും ബുക്ക് ചെയ്തത്. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് വൈൻ ടേസ്റ്റിംഗിൽ പങ്കെടുക്കാൻ കഴിയില്ല കേട്ടോ. എൻട്രൻസിൽ നമ്മളെ വരവേൽക്കുന്നത് ഇന്റർനാഷണൽ വൈൻ ചലഞ്ചിൽ 95 പോയിന്റുകൾ നേടിയതും 2022 ഡിസംബറിൽ വേൾഡ് വൈൻ അവാർഡ്സിൽ സിൽവർ കരസ്ഥമാക്കിയതും 2023 ഇന്ത്യൻ വൈൻസ് അവാർഡ്സും കരസ്ഥമാക്കിയതുമായ സില ട്രോപ്പിക്കൽ റോസിന്റെ ഒരു രൂപമാണ്. നമ്മുടെ വൈൻ ടേസ്റ്റിംഗിൽ ആദ്യം വിളമ്പുന്നതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതുമായ ഒരു വൈനാണിത്. അകത്തേക്ക് കടക്കുമ്പോൾ വർണ്ണങ്ങൾ വാരി വിതറിയ പൂക്കളും പെയിന്റിങ്ങുകളും വിവിധ രൂപങ്ങളുമൊക്കെയായി ഒരു സെൽഫി അല്ലെങ്കിൽ പോർട്രേറ്റ് ഫ്രണ്ട്ലി ആയ ഇടമാണ്. വൃത്തിയോടെയും മനോഹരമായും ഇവിടെയെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു. ഞങ്ങൾ ആദ്യമേ എല്ലായിടത്തും വെറുതെ കയറിയിറങ്ങി കുറെ ഫോട്ടോകൾ എടുത്തു. ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ സുലയുടെ ഭീമൻ വൈൻ കുപ്പികളുടെ രൂപങ്ങൾ കയറ്റി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. എവിടെ നോക്കിയാലും നല്ല ഉഗ്രൻ ഫോട്ടോകൾ എടുക്കുന്നതിനുള്ള ഇടങ്ങൾ കാണാം. ഇവിടെ നല്ലൊരു റെസ്റ്റോറൻറ്റും പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലും പിന്നീട് കാലിഫോർണിയയിലെ ഒറാക്കിളിലും ജോലി ചെയ്യുമ്പോഴാണ് രാജീവ് സാമന്ത് വൈൻ പരിചയപ്പെടുന്നത്. 1990കളുടെ തുടക്കത്തിൽ അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തിയപ്പോൾ വൈൻ എന്നൊരു ആശയമൊന്നും അദ്ദേഹത്തിന്റെ ചിന്തയിലുണ്ടായിരുന്നില്ല. എങ്കിലും 1994 നാസിക്കിലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഭൂമി സന്ദർശിച്ചതിലൂടെ വൈൻ മുന്തിരി വളർത്തുക എന്നൊരു താല്പര്യം അദ്ദേഹത്തിനുണ്ടായി. കാലിഫോർണിയയിലെ ഒരു സുഹൃത്തിന്റെ വൈനറിയിൽ നിന്ന് വൈൻ നിർമ്മിക്കുന്നതിനുള്ള അനുഭവജ്ഞാനം നേടിയതിനു ശേഷം 1996 സ്വന്തം അമ്മ സുലഭയുടെ പേര് നൽകിക്കൊണ്ട് സുല വൈനറിയും അതിനോട് ചേർന്ന് മുന്തിരിത്തോട്ടങ്ങളും അദ്ദേഹം സ്ഥാപിച്ചു. നാളുകൾ കൊണ്ട് തന്നെ ഇന്ത്യയുടെ അഭിമാന ബ്രാൻഡായി മാറാൻ സുലയ്ക്ക് സാധിച്ചു. ഇന്ത്യൻ വൈൻ വ്യവസായത്തിന് താരതമ്യേന സമീപകാല ചരിത്രമാണുള്ളത്. ഇന്ത്യയിലെ മുന്തിരി കൃഷിയും വൈൻ നിർമ്മാണ പാരമ്പര്യവും പേർഷ്യൻ സ്വാധീനമുള്ള വെങ്കലയുഗം മുതലുള്ളതാണെങ്കിലും ആധുനിക ഇന്ത്യൻ വൈൻ വ്യവസായം ഔദ്യോഗികമായി ആരംഭിച്ചത് 1980കളിലാണ്. 16ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത്, പ്രത്യേകിച്ച് ഗോവയിൽ മുന്തിരി ഇനങ്ങൾ അവതരിപ്പിച്ചത്. ബ്രിട്ടീഷുകാരും അവരുടെ കൊളോണിയൽ ഭരണകാലത്ത് വൈൻ ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിച്ചു. എന്നിരുന്നാലും 1980കളിൽ ഷമറാവു ചൗഗുലെ
കൻവാർ, ഗ്രോവർ തുടങ്ങിയവർ വാണിജ്യ വൈനറികൾ സ്ഥാപിച്ചതോടെ ആധുനിക വൈൻ വ്യവസായത്തിന് തുടക്കമായി. പന്ത്രണ്ട് മണിയുടെ വൈൻ ടൂറിനാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അതിന് ഇനിയും സമയമുള്ളതിനാൽ ഇത്തിരി വൈൻ കുടിച്ചാലോ എന്നാണ് ആദ്യം ആലോചിച്ചത്. ഈ കടും ചൂടത്ത് നല്ല തണുത്ത വൈൻ നുകരാൻ ഞങ്ങൾ തീരുമാനിച്ചു. സുലയുടെ മറ്റൊരു അടിപൊളി വൈനായ ദി സോഴ്സ് മോസ്കാറ്റോ ആണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. സിട്രസിന്റെയും ലിച്ചിയുടെയും പീച്ചിന്റെയും ഫ്ലേവർ അടങ്ങിയ നല്ല മധുരമുള്ള ആൽക്കഹോൾ താരതമ്യേന കുറഞ്ഞ ഒരു വൈനാണിത്. അതുകൊണ്ട് തലയ്ക്ക് പിടിക്കുമെന്ന പേടിയില്ലാതെ കുടിക്കാം. തിരിച്ചു പോകുമ്പോൾ ഇതിലൊന്നും വാങ്ങിക്കണമെന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് അപ്പോൾ തന്നെ തീരുമാനിച്ചു. വൈനിനൊപ്പം കുറച്ച് ടോർട്ടില ചിപ്സും കൂടിയായപ്പോൾ അടിപൊളിയായി. വൈൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വൈൻ ടൂറിനുള്ള സമയമായെന്ന അറിയിപ്പ് വന്നത്. ഞങ്ങൾ ഉടൻ തന്നെ അവിടേക്ക് പോയി. ആദ്യം മുന്തിരി കഴുകി വൃത്തിയാക്കുന്നതും അതിനെ ഉടച്ച് വൈനിഫിക്കേഷൻ അല്ലെങ്കിൽ ഫെർമെന്റേഷനായി ഒരുക്കുന്നതിനുമുള്ള വലിയ മെഷീനുകളാണ് ഗൈഡ് പരിചയപ്പെടുത്തുന്നത്. നിർഭാഗ്യവശാൽ അവിടെ വൈനിഫിക്കേഷനുള്ള ചേംബറിൽ വീഡിയോഗ്രാഫി അനുവദനീയമായിരുന്നില്ല. മധുരമുള്ള വൈൻ വെറും 20 ദിവസങ്ങൾ കൊണ്ട് തയ്യാറാകും. അതിനുശേഷം വയ്ക്കുന്നതോടെ വൈനിന്റെ മധുരം കുറഞ്ഞ് ആൽക്കഹോൾ കൂടിക്കൊണ്ടിരിക്കും. 40 നാൾ കഴിയുമ്പോൾ ഈസ്റ്റ് നിർജ്ജീവമാകുമെന്നതിനാൽ അതിനുശേഷം ഈസ്റ്റിനെ അരിച്ച് മാറ്റേണ്ടതുണ്ട്. മുന്തിരികളിൽ വൈൻ നിർമ്മിക്കുന്നതിനുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു വ്യാവസായിക ആവശ്യങ്ങൾക്കായുള്ള വൈൻ നിർമ്മാണത്തിന് അത് പോരാതെ വരും. അതിനാൽ ഈസ്റ്റ് പുറമേ നിന്നും ചേർക്കുകയാണ് ചെയ്യുക. വൈൻ വേർതിരിച്ചതിന് ശേഷം അത് മരം കൊണ്ട് നിർമ്മിച്ച ബാരലുകളിലേക്ക് മാറ്റുന്നു. ഇത്തരം ബാരലുകളിൽ കിടക്കുമ്പോഴാണ് വൈനിന് അതിന്റെ പ്രത്യേക മണം കൈവരുന്നത്. മറ്റു പാത്രങ്ങളിലോ കുപ്പികളിലോ സൂക്ഷിക്കുന്ന വൈനിന് ഈ കൊതിയൂറുന്ന മണം ലഭിക്കില്ല. ഇത്തരം ബാരലുകൾ നിശ്ചിത താപനിലയിൽ ഓരോ വൈനിന്റെയും പ്രത്യേകത അനുസരിച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങളോളം സൂക്ഷിക്കുന്നു. പിന്നീട് വിപണനത്തിനായി ബോട്ടിലുകളിൽ നിറയ്ക്കുന്നു. വൈനറിയുടെ മറ്റൊരു പ്രത്യേകത അതിവിശാലമായ മുന്തിരിത്തോട്ടങ്ങളാണ്. സീസൺ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് മുന്തിരിക്കുലകൾ പഴുത്തു നിൽക്കുന്ന ദൃശ്യങ്ങൾ പകർത്താനായില്ല. കുറച്ചു സമയം അവിടെ ചിലവഴിച്ചതിനു ശേഷം വൈൻ ടേസ്റ്റിംഗിനായി പുറത്തേക്ക്. ഭംഗിയുള്ള ഒരു മുറിയാണ് വൈൻ ടേസ്റ്റിംഗിനായി അവർ ഒരുക്കി വച്ചിരിക്കുന്നത്. സുലയുടെ അഭിമാന ഉൽപ്പന്നങ്ങളായ ട്രോപ്പിക്കൽ റോസ്, ഡിൻഡോരി റിസർവ് ചാർഡോണി, ദ സോഴ്സ് ഗ്രെനാഷ് റോസ്, മധുരമില്ലാത്ത ആൽക്കഹോൾ കണ്ടന്റ് കൂടുതലുള്ള രാസ സൈറ, അതേ പ്രത്യേകതകളുള്ള രാസ കാർബണറ്റ് സാവിഗ്നോൺ എന്ന കടും ചുമപ്പ് നിറമുള്ള റെഡ് വൈൻ 2022 വേൾഡ് വൈൻ അവാർഡ്സിൽ സിൽവർ കരസ്ഥമാക്കിയതും പാരീസ് വൈൻ കപ്പ് മത്സരത്തിൽ സിൽവർ കരസ്ഥമാക്കിയതുമായ സുല ലാറ്റെ ഹാർവസ്റ്റ് ചെനിൻ ബ്ലാങ്ക് എന്ന മധുരവും മണവുമുള്ള വൈനും അടങ്ങുന്നതായിരുന്നു ഈ വൈൻ ടേസ്റ്റിംഗ്. എനിക്ക് ഇത്തിരി മധുരമുള്ള വൈനുകളാണ് ഇഷ്ടമുള്ളത്. അതുകൊണ്ട് കടും ചേർപ്പുള്ളവ കുടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നി. വൈൻ ടേസ്റ്റിംഗ് കഴിഞ്ഞ് ഞാൻ അവിടെയെല്ലാം നടന്നു കണ്ടു. പണ്ട്
പഴുത്ത മുന്തിരികൾ കാലുകൾ കൊണ്ട് ചതച്ചാണ് വൈൻ നിർമ്മിക്കുന്നതിനായി ഒരുക്കിയെടുക്കുന്നത്. വിളവെടുപ്പ് കാലത്ത് പാട്ടും ഡാൻസും ഒക്കെയായി ഒരു ആഘോഷമായിട്ടാണ് വൈനിന് നാടായ സ്പെയിൻ, പോർച്ചുഗൽ, ഫ്രാൻസ് എന്നിവിടങ്ങളിലെല്ലാം ഈ മുന്തിരി മെതിക്കൽ നടക്കുന്നത്. ആ ആഘോഷങ്ങളുടെ പ്രതീകം പോലെ മുന്തിരി സീസണിന്റെ സമയത്ത് സുലയിലും ഇത്തരം ആക്ടിവിറ്റികൾ സന്ദർശകർക്കായി ഒരുക്കുന്നു. ഓഫ് സീസൺ ആയതുകൊണ്ട് അത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. റെസ്റ്റോറന്റിൽ വെച്ച് ഞങ്ങൾ ആദ്യം ആസ്വദിച്ച വൈൻ എന്റെ സുഹൃത്ത് വാങ്ങി. ഇവിടെ നിന്നും വാങ്ങുമ്പോൾ പ്രത്യേകം ഡിസ്കൗണ്ടുകൾ ഒക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞു. വൈൻ വാങ്ങിയ സ്ഥിതിക്ക് ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് നിന്നും ഫോട്ടോ എടുക്കാതെ എങ്ങനെ പോകും? വളരെ ശ്രദ്ധയോടെ ഗാർഡനിൽ വെച്ച് 2-3 നല്ല ഫോട്ടോകൾ എടുത്തു. മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ ഇനി തിരികെ യാത്ര. അവിടെ കനകാംബരം വിൽക്കുന്ന ഒരു സ്ത്രീ ഞങ്ങളെ സമീപിച്ചു. പൂക്കൾ നല്ലോണം വാടിയിട്ടുണ്ടെങ്കിലും അവർക്കൊരു സഹായമാകട്ടെ എന്ന് കരുതി ഞങ്ങൾ കുറച്ച് പൂക്കൾ വാങ്ങി. ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ ഇനിയും ചെയ്യാനുള്ള പ്രോത്സാഹനമായി എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും അഭ്യർത്ഥിക്കുകയാണ്.